വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എന്താണെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നു. ഈ വീഡിയോ ഒരു 3 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കാരണം അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടൊരു അനാലിസിസ് ഈ ഒരു ഭാഗത്തിന് ആവശ്യമാണ്. അതിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഫങ്ഷൻ നോക്കാം. അതിൽ തന്നെ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഫങ്ഷൻസാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കുള്ളത്. ഒന്ന് പ്രൈമറി ഫങ്ഷൻസ്, രണ്ടാമത്തത് സെക്കൻഡറി ഫങ്ഷൻസ്. ആ പ്രൈമറി ഫങ്ഷൻസിനകത്ത് തന്നെ കാര്യമായിട്ട് വരുന്ന ഫങ്ഷൻസ് റിസീവിങ് ഡെപ്പോസിറ്റ്സ്, മേക്കിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ക്രെഡിറ്റ് ക്രിയേഷൻ, ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്, പ്രാക്ടീസ് ഓഫ് ചെക്ക് ആൻഡ് പ്ലാസ്റ്റിക് കാർഡ്. സെക്കൻഡറി ഫങ്ഷൻസിനകത്ത് വരുന്നത് ഏജൻസി സർവീസസ്, ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. അതിൽ നമ്മൾ കാര്യമായിട്ട് ഇന്നത്തെ അനാലിസിസ് പോകുന്നത് പ്രൈമറി ഫങ്ഷൻസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഡയറക്റ്റ്ലി പ്രൈമറി ഫങ്ഷൻസിലേക്ക്. പ്രൈമറി ഫങ്ഷൻസ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈമറി ഫങ്ഷനായിട്ട് നമ്മൾ കണക്കാക്കുന്നത് റിസീവിങ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദി പബ്ലിക്. മറ്റു ബാങ്കുകൾ ചെയ്യുന്നത് പോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകളും എന്ത് ചെയ്യുന്നു? ജനങ്ങളുടെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. മാത്രമല്ല ആ അക്സെപ്റ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റിന് അവർ ഇൻട്രസ്റ്റ് കൂടി കൊടുക്കുന്നു. അപ്പോൾ ബാങ്കുകൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ്. പിന്നീട് ഈ ഡെപ്പോസിറ്റിനെയാണ് പിന്നീട് അവർ ലോൺസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ റിസീവിങ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദി പബ്ലിക്, ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ദേ റിസീവ് ഡെപ്പോസിറ്റ്സ് ആൻഡ് കൺവേർട്ട് ദിസ് ഡെപ്പോസിറ്റ്സ് ഇൻ ടു ലോൺസ്. ദെൻ സെക്കൻഡ്, നമ്മൾ ആ ഒരു സെക്കൻഡ് ഫങ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ജനങ്ങളുടെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഏതെല്ലാം രീതിയിലുള്ള ഡെപ്പോസിറ്റുകളുണ്ട് എന്നുള്ള ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. നമുക്ക് പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ഡെപ്പോസിറ്റുകളാണുള്ളത്. അതിലൊന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ്, FD എന്ന് പറയും. ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ മറ്റൊരു പേരിലും അറിയപ്പെടും, ടൈം ഡെപ്പോസിറ്റ് എന്നുള്ള പേരിലും നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീസ് ആർ ദി ഡെപ്പോസിറ്റ്സ് ഫോർ എ ഫിക്സഡ് ടൈം പീരീഡ്, സേ 46 days to 7 years or more. 46 ദിവസം മുതൽ 7 വർഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകളെയാണ് നമ്മൾ, അല്ലെങ്കിൽ അത്തരം ടൈം പീരീഡിലേക്ക് നമ്മൾ നടത്തുന്ന ഡെപ്പോസിറ്റുകളെ നമ്മൾ എന്ത് പറയുക? ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയാം. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ്സിന് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. അതും വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇത്തരത്തിൽ നമ്മൾ ഫിക്സഡ് ആയിട്ട് ഒരുപാട് കാലത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ എമൗണ്ടിന് നമുക്ക് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും അതിൻ്റെ മെച്യൂരിറ്റി പീരീഡിന് ശേഷം. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് സേവിങ് ഡെപ്പോസിറ്റ്. എന്താണ് സേവിങ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ? ജനങ്ങളുടെ സേവിങ് ഹാബിറ്റ്സ് വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് സേവിങ് ഡെപ്പോസിറ്റ്. മുന്നത്തെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിരുന്നു, ആളുകളുടെ കയ്യിൽ ഇരിക്കുന്ന പണം അത് ബാങ്കിങ്ങിലേക്ക് കൊണ്ടുവരിക, ഫണ്ട് മൊബിലൈസ് ചെയ്യുക. അങ്ങനെ ഫണ്ട് മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കുകളുടെ കയ്യിൽ കൂടുതൽ പണം ഉണ്ടാവും. അതുപയോഗിച്ചുകൊണ്ട് കൂടുതൽ ലെൻഡ് ചെയ്യാൻ സാധിക്കും. അതാണ് അതിൻ്റെ ലോജിക് എന്ന് പറയുന്നത്. ജാം, ട്രിനിറ്റി ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിനെ അപേക്ഷിച്ച് സേവിങ് ഡെപ്പോസിറ്റിന് കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. എങ്കിലും അത് അവരുടെ കയ്യിൽ വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന എന്നുള്ളൊരു തോന്നലിൽ ആളുകളത് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ജനങ്ങളുടെ കയ്യിലെ സേവിങ് ഹാബിറ്റ്സ് അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ സേവിങ് ഡെപ്പോസിറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ദെൻ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കറൻറ്റ് ഡെപ്പോസിറ്റാണ്, അല്ലെങ്കിൽ കറൻറ്റ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ബിസിനസ് പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ബിസിനസ് പേഴ്സൺസൊക്കെ ഓപ്പൺ ചെയ്യുന്നൊരു അക്കൗണ്ടാണ് കറൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ആ കറൻറ്റ് അക്കൗണ്ടിൽ അവർ നിക്ഷേപിക്കുന്ന ആ ഡെപ്പോസിറ്റിനെ നമ്മൾ പറയുന്നത് കറൻറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയും. അപ്പോൾ ഇറ്റ് ഈസ് റീപേയബിൾ ഓൺ ഡിമാൻഡ്. അപ്പോൾ ഡിമാൻഡ് അനുസരിച്ച് എന്ത് ചെയ്യണം? ഇത് റീപേ ചെയ്യണം, ബാങ്കുകൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ചെക്കുകൾ ഉപയോഗിച്ചുകൊണ്ടോ
ATM ഉപയോഗിച്ചുകൊണ്ടോ ആണ് ഇതിൽ കാര്യമായിട്ട് ഇതിൻ്റെ ഡെപ്പോസിറ്റുകൾ പിൻവലിക്കുന്നത്. മാത്രമല്ല ഇങ്ങനെ കറണ്ട് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടുകൾക്ക് ഒരിക്കലും ഇൻട്രസ്റ്റ് റേറ്റ് ലഭിക്കുകയില്ല. ഓക്കെ, കറണ്ട് അക്കൗണ്ടിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും. കൂടുതൽ ബിസിനസ് പേഴ്സൺസ് കൂടുതൽ ട്രാൻസാക്ഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. ദെൻ നാലാമത്തെ റെക്കറിങ് ഡെപ്പോസിറ്റ്. എന്താ റെക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ. അപ്പോൾ നോക്കുക, എ ഫിക്സഡ് എമൗണ്ട് ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഫോർ ആൻ അഗ്രീഡ് പീരീഡ്. ആഫ്റ്റർ ദി മെച്യൂരിറ്റി ഡെപ്പോസിറ്റ് ഈസ് റീപെയ്ഡ് വിത്ത് ഇൻട്രസ്റ്റ് റേറ്റ്സ്. അപ്പോൾ ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ റെഗുലർ ഇൻ്റർവെല്ലിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ മെച്യൂരിറ്റി പീരീഡ് കഴിയുന്നതോടുകൂടി നമുക്ക് ഈ എമൗണ്ട് മുഴുവനായിട്ട് ലഭിക്കുകയും കൂട്ടത്തിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റും കൂടി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അതാണ് റെക്കറിങ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 4 തരത്തിലുള്ള ഡെപ്പോസിറ്റ്സ് ആണ് നമ്മൾ നോക്കിയത്. 1 ഫിക്സഡ് ഡെപ്പോസിറ്റ് FD, 2 സേവിങ് ഡെപ്പോസിറ്റ്, 3 കറണ്ട് ഡെപ്പോസിറ്റ്, 4 റെക്കറിങ് ഡെപ്പോസിറ്റ്. ഇനി ചെറിയൊരു കമ്പാരിസൺ ഓഫ് കറണ്ട് അക്കൗണ്ട് ആൻഡ് സേവിങ്സ് അക്കൗണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കാര്യമായിട്ട് നോക്കുക എന്തൊക്കെയാണ് ഡിഫറൻസ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ കറണ്ട് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് റേറ്റേ ഇല്ല. സേവിങ്സ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ലിമിറ്റ് ഉണ്ടോ? കറണ്ട് അക്കൗണ്ടിൽ ലിമിറ്റ് ഇല്ല, സേവിങ്സ് അക്കൗണ്ടിൽ ലിമിറ്റ് ഉണ്ട്. പർപ്പസ് ബിസിനസ് പേഴ്സൺസ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് സാലറീഡ് ആയിട്ടുള്ള ആളുകൾ കൂടുതൽ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. റിക്വയർഡ് മിനിമം ബാലൻസ്, ഇവിടെ ഹൈ മിനിമം ബാലൻസ് വേണം, ഇവിടെ ലോ മിനിമം ബാലൻസ് ആണ്. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അതെന്താണെന്നുള്ളത് നമ്മൾ ഇനി അടുത്ത ഡിസ്കസ് ചെയ്യും. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് അതായത് ഒരാളുടെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുക. അത് വെറും കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് മാത്രമുള്ള ഒരു സൗകര്യമാണ് ഈ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് മേക്കിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ലോണുകൾ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഫംഗ്ഷനായിട്ട് പറയുന്നത്. ഒന്ന് ഡെപ്പോസിറ്റുകൾ റിസീവ് ചെയ്യുക, രണ്ടാമത്തത് ലോണുകൾ കൊടുക്കുക. ആർക്കൊക്കെ ലോണുകൾ കൊടുക്കാം? ഇൻഡസ്ട്രിയലിസ്റ്റിന് കൊടുക്കാം, അതുപോലെ ഫേംസിന്, എൻ്റർപ്രണേഴ്സിന് കൊടുക്കാം. അങ്ങനെയുള്ള പല ആളുകൾക്കും ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദി സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പ്രൈമറി ഫങ്ഷൻസ് ഓഫ് ദി കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇനി ലോണുകളുടെ ടൈപ്സ്. ലോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലംസം എമൗണ്ട്, ഒരു ബിഗ് എമൗണ്ട് ബോറവർക്ക് കൊടുക്കുകയാണ് അഗെയിൻസ്റ്റ് സം കൊലാട്രൽ സെക്യൂരിറ്റി. അതായത് ചില നമ്മൾ എന്താ പറയുക സെക്യൂരിറ്റീസിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഉറപ്പിലാണ് നമ്മൾ ഒരാൾക്ക് ബോറവർക്ക് എന്ത് ചെയ്യുന്നത്, ഒരു എമൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ കൊലാട്രൽ സെക്യൂരിറ്റീസ് വേണം. ഒന്നെങ്കിൽ ഗോൾഡ് ആവാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ എന്തെങ്കിലും ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ആവാം, അല്ലെങ്കിൽ വീടിൻ്റെ ആധാരമാവാം. അങ്ങനെയുള്ള കൊലാട്രൽ സെക്യൂരിറ്റീസിൻ്റെ ബേസിൽ കൊടുക്കുന്നതിനാണ് നമ്മൾ ലോൺ എന്ന് പറയുന്നത്. ആ ലോണ് പ്രധാനമായിട്ട് 2 തരത്തിലാണ്. ഒന്ന് ടേം ലോൺസ്. ടേം ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷത്തിൽ കൂടുതലുള്ള ലോണുകൾക്കാണ് നമ്മൾ ടേം ലോൺ എന്ന് പറയാം. അതിൽ തന്നെ മീഡിയം ടേമും ലോങ് ടേം ലോണുകളും പെടുന്നു. മീഡിയം ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? 5 വർഷം മുതൽ 7 വർഷം വരെ ഉള്ള കാലയളവിലേക്ക് കൊടുക്കുന്ന ലോണുകളെ നമ്മൾ ടേം ലോൺസ് എന്ന് പറയും. ലോങ് ടേം ലോൺസോ 7 വർഷത്തിൽ കൂടുതലുള്ള ലോണുകളെ നമ്മൾ ലോങ് ടേം ലോൺസ് എന്ന് പറയും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് ലോൺ എന്ന് പറയുന്നത്, ടേം ലോൺസ്. രണ്ടാമത്തെ കൺസ്യൂമർ ലോൺസ്. ഇതെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ലോൺസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് അവരുടെ കൺസ്യൂമർ ഡ്യൂറബിൾസ് വാങ്ങാൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്ന് പറയുമ്പോൾ TV ആവാം, റെഫ്രിജറേറ്റേഴ്സ്, അങ്ങനെ തുടങ്ങിയ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ലോണുകളെ നമ്മൾ എന്ത് പറയും? കൺസ്യൂമർ ലോൺസ് എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ലോണുകൾ എന്ന് പറയുന്നത്. ദെൻ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. എന്താണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കസ്റ്റമർ ക്യാൻ വിത്ഡ്രോ മണി ഓവർ ആൻഡ് എബോവ് വാട്ട് ഈസ് സ്റ്റാൻഡിങ് ടു ഹിസ് കറൻറ്റ് അക്കൗണ്ട്. ഓൺലി കറൻറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ക്യാൻ എൻജോയ് ദി ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ചാർജ് ഓൺലി ഓൺ ദി ഓവർ ഡ്രാഫ്റ്റ് എമൗണ്ട്. അതായത് കറൻറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സിന് മാത്രമുള്ളൊരു ഫെസിലിറ്റിയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഓവർ ഡ്രാഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
ഒരാളുടെ അക്കൗണ്ടിലുള്ള പണത്തേക്കാൾ കൂടുതൽ പിൻവലിക്കാനുള്ള ഒരു ഫെസിലിറ്റി. ഇപ്പോൾ ഒരാളുടെ അക്കൗണ്ടിൽ 10,000 രൂപയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 15,000 അല്ലെങ്കിൽ 20,000 രൂപ പിൻവലിക്കാം. ആ ഫെസിലിറ്റിയാണ് എന്ത് പറയുക, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയാം. ഇത് കറൻറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സിന് മാത്രമുള്ള ഒരു ഫെസിലിറ്റിയാണ്. മാത്രമല്ല നമ്മൾ എത്രയാണോ അധികമായിട്ട് പിൻവലിച്ചത് ആ പണത്തിന് മാത്രമാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഈടാക്കുകയുള്ളൂ. അതാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ക്യാഷ് ക്രെഡിറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എഗ്രീഡ് ലിമിറ്റിൽ ഒരാൾക്ക് പണം കൊടുക്കുന്നു ചില സെക്യൂരിറ്റീസിൻ്റെ അടിസ്ഥാനത്തിൽ, അതിനെയാണ് ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ദെൻ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. എന്താണ് മണി അറ്റ് കോൾ എന്ന് പറഞ്ഞാൽ? ഇതൊക്കെ ഷോർട്ട് ടേം ലോൺസ് ആണ്. ദീസ് ആർ ദി ഷോർട്ട് ടേം ലോൺസ്. മണി അറ്റ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ദാറ്റ് മസ്റ്റ് ബി റീപെയ്ഡ് ഓൺ ഡിമാൻഡ്. അപ്പോൾ ഡിമാൻഡിനനുസരിച്ച് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടുന്ന എന്താണ് ലോണാണ് മണി അറ്റ് കോൾ എന്ന് പറയുന്നത്. എപ്പോൾ ചോദിച്ചാലും അപ്പോൾ തിരിച്ചു കൊടുക്കണം. മണി അറ്റ് ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞാലോ 24 മണിക്കൂർ ആവശ്യത്തേക്ക് മാത്രം നമ്മൾ എടുക്കുന്ന ലോണ്. അതൊക്കെ കാര്യമായിട്ട് ബാങ്കുകളാണ് അത്തരത്തിൽ ലോണുകളൊക്കെ എടുക്കാറുള്ളത്, 24 hours വേണ്ടിയുള്ള ലോണുകൾ. സോ ദീസ് ആർ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. ദെൻ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ എന്താണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്? അടുത്ത ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷനാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ബൈൻഡിങ് എഗ്രിമെൻറ്റ് ബൈ വൺ പാർട്ടി ടു പേ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ക്യാഷ് ടു അനദർ പാർട്ടി ആസ് ഓഫ് എ പ്രീ ഡിറ്റർമൈൻഡ് ഡേറ്റ് ഓർ ഓൺ ഡിമാൻഡ്. അതായത് രണ്ട് പേർ തമ്മിൽ കച്ചവടം നടത്തുകയാണെങ്കിൽ അതിൽ ഒരാൾ പർച്ചേസ് ചെയ്തിട്ട് മറ്റാൾക്ക് അടുത്ത പാർട്ടിക്ക് കൊടുക്കുന്നത് എന്താണ്? ക്യാഷ് അല്ല കൊടുക്കുന്നത്, പകരം ഒരു എഗ്രിമെൻറ്റ് കൊടുക്കുന്നു. അതിനാണ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതിനകത്തൊരു ഡേറ്റ് എഴുതിയിട്ടുണ്ടാവും. ആ ഡേറ്റിനകത്ത് ഈ പണം തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് സമ്മതിച്ചുകൊണ്ട് എഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ട ആ ഒരു പേപ്പറിനെയാണ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അടുത്ത പാർട്ടിക്ക് നമ്മൾ കൊടുത്തു. ആ അടുത്ത പാർട്ടിക്ക് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ആവശ്യമാണ് എന്ന് വിചാരിക്കുക. പെട്ടെന്ന് തന്നെ പണം ആവശ്യമാണ് എങ്കിൽ ദേ ക്യാൻ അപ്രോച്ച് ബാങ്ക് ആൻഡ് ബാങ്ക് വിൽ മേക്ക് ദ പേയ്മെൻറ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് സം മണി ആസ് കമ്മീഷൻ ഓർ ഇൻട്രസ്റ്റ്. അവർക്ക് പെട്ടെന്ന് പേയ്മെൻറ്റ് ആവശ്യമാണ് എങ്കിൽ അവർക്ക് ഏത് ബാങ്കിലും കൊണ്ടുപോയി കൊടുക്കാം. ഈ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഏത് ബാങ്കിലും കൊണ്ടുപോയി കൊടുക്കാം. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? അതിലുള്ള എമൗണ്ട് അവർക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ബാങ്ക് എന്ത് ചെയ്യും? ഒരു ചെറിയ എമൗണ്ട് അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും, ബാങ്കിൻ്റെ കമ്മീഷനോ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ആയിട്ട്. പിന്നീട് എപ്പോഴാണോ മെച്യൂരിറ്റി പീരീഡ് ആവുന്നത്, എപ്പോഴാണോ ആ ഒരു പേപ്പറിൻ്റെ കാലാവധി അവസാനിക്കുന്നത്, ആ ദിവസം ബാങ്കുകൾക്ക് അതിൻ്റെ മുഴുവൻ എമൗണ്ടും ആ ട്രേഡറുടെ കയ്യിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഇതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്കൗണ്ടിങ് ചെയ്യുന്നു, ആ ബില്ലിനെ ഡിസ്കൗണ്ട് ചെയ്യുന്നു, ആ ബില്ലിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് ബാങ്ക് വാങ്ങിക്കുന്നു. അതാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ദ ബാങ്ക് വിൽ റിസീവ് ദി എമൗണ്ട് ആഫ്റ്റർ മെച്യൂരിറ്റി ഓഫ് ദി ബിൽ. സോ ദാറ്റ് ഈസ് ദി കോൺസെപ്റ്റ് ഓഫ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ദെൻ കൺസ്യൂമർ ക്രെഡിറ്റ്. അപ്പോൾ കൺസ്യൂമർ ക്രെഡിറ്റിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊടുക്കുന്ന ഒരു ലോൺ ടൈപ്പ് കൺസ്യൂമർ ക്രെഡിറ്റ്. ദീസ് ആർ ദ ലോൺസ് ടു കൺസ്യൂമേഴ്സ് ടു പർച്ചേസ് ഡ്യൂറബിൾ ഗുഡ്സ്. ടി വി, റെഫ്രിജറേറ്റർ ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്രെഡിറ്റാണ് കൺസ്യൂമർ ക്രെഡിറ്റ്. ദെൻ മിസലേനിയസ് അഡ്വാൻസസ്. ഇതൊക്കെ നമ്മൾ എന്താ പറയുക, ലോണുകളുടെ ടൈപ്പിൽ പറയുന്നതാണ്. മിസലേനിയസ് അഡ്വാൻസസ് ടു എക്സ്പോർട്ടേഴ്സിന് കൊടുക്കുന്ന അഡ്വാൻസസ് ആൻഡ് പർച്ചേസ് എക്സ്പോർട്ട് ബില്ല് പർച്ചേസ് ചെയ്യുന്നു, ഫിനാൻസ് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് തുടങ്ങിയതൊക്കെ ഈ ഒരു ലോണിൻ്റെ വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ടൈപ്പ് ഓഫ് ലോൺസാണ് നമ്മൾ നോക്കിയത്. അതിനകത്ത് ലോൺസ് ആർ പ്രൈമർലി കാറ്റഗറൈസ്ഡ് ഇൻ ടു 2: ടേം ലോണ്, ദെൻ കൺസ്യൂമർ ലോൺസ്. ദെൻ അതിൽ തന്നെ വരുന്ന ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. ഇതൊരു ലോൺ ഫെസിലിറ്റിയാണ്, കൂടുതലായിട്ട് അതിന് അക്കൗണ്ടിൽ നിന്ന് എടുക്കാനുള്ള ഒരു സൗകര്യം. ദെൻ ക്യാഷ് ക്രെഡിറ്റ്, മണി അറ്റ് കോൾ ആൻഡ് മണി അറ്റ് ഷോർട്ട് നോട്ടീസ്. ദെൻ എന്താണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അത് ഒരു ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് കൊടുക്കുന്നു എന്നുള്ളത്, അതും ഒരു ലോൺ പോലെ കൊടുക്കുന്ന പോലെ. ദെൻ കൺസ്യൂമർ ക്രെഡിറ്റ്, കൺസ്യൂമർ ഡ്യൂറബിൾസ് വാങ്ങാൻ വേണ്ടിയിട്ട്.
മിസലേനിയസ് അഡ്വാൻസസ് മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അഡ്വാൻസസ് ടു എക്സ്പോർട്ടേഴ്സ്, ഡിസ്കൗണ്ട് ആൻഡ് പർച്ചേസ്, എക്സ്പോർട്ട് ബിൽ, ഫിനാൻസ് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വരും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.